My dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്യൂൺഡ് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സാണ്. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറുകളിൽ നമ്മൾ ഓഡിയോ ഫ്രീക്വൻസിയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലിമിറ്റഡ് ഫ്രീക്വൻസി ബാൻഡാണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള സിഗ്നലുകളെ മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയറിനെയാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതുപോലെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ മൊത്തത്തിൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ വൈഡ് ബാൻഡ് സ്പെക്ട്രമാണ്. വൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം പറയുന്നത്, നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡുകൾ, അതുപോലെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ്, മീഡിയം വേവ്, ഷോർട്ട് വേവ്, FM തുടങ്ങിയവ നമ്മളുടെ റേഡിയോ ഫ്രീക്വൻസി ബാൻഡുകളാണ്. VHF, UHF, SHF, അതുപോലെ KA ബാൻഡ്, KU ബാൻഡ് തുടങ്ങിയതെല്ലാം തന്നെ നമ്മളുടെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീക്വൻസി ബാൻഡുകളാണ്. ഇതെല്ലാം RF ഫ്രീക്വൻസി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് ഒരു ആംപ്ലിഫയർ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷന് നമ്മൾ ട്യൂണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ട്യൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഡിസൈർഡ് ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ടിങ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ട്യൂണിംഗ്, ആൻഡ് ആംപ്ലിഫൈങ് ദാറ്റ് സെലക്റ്റഡ് ഫ്രീക്വൻസി. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഡിസൈർഡ് ഫ്രീക്വൻസിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ഫ്രീക്വൻസിയെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ RF ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. മൊത്തത്തിലുള്ള എല്ലാ RF സിഗ്നലുകളെയും നമുക്ക് ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു RF ആംപ്ലിഫയറിനോട് അനുബന്ധിച്ച് ട്യൂൺഡ് സർക്യൂട്ടുകളാണ് ഉണ്ടായിരിക്കുക. ആ ട്യൂൺഡ് സർക്യൂട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്തവയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ട്യൂണിംഗ് സർക്യൂട്ടുകളുടെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. റെസണൻസ് എന്ന് പറയുന്നതാണ് ട്യൂണിംഗ് സർക്യൂട്ടുകളുടെ പ്രിൻസിപ്പിൾ. റെസണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റെസണൻസ് ഈസ് എ പർട്ടിക്കുലർ കണ്ടീഷൻ അറ്റ് വിച്ച് ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈക്വൽ. The frequency at which the inductive reactance and capacitive reactance equal occurred is known as the frequency of resonance or resonance frequency. അപ്പോൾ ട്യൂൺഡ് സർക്യൂട്ടുകളിൽ AC സർക്യൂട്ടിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ, അതായത് RLC എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് എലമെൻറ്റ്സ്. ഈ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് എലമെൻറ്റ്സിൽ റിയാക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും അതുപോലെ ഇൻഡക്റ്റൻസുമാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ മാത്രമേ റെസണൻസ് സാധ്യമാകൂ. ആ റെസണൻസ് സാധ്യമായ ഫ്രീക്വൻസിയെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് റെസണൻസ് അല്ലെങ്കിൽ റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് എലമെൻറ്റ്സ് നമുക്ക് വ്യത്യസ്ത രീതിയിൽ കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്യാവുന്ന രണ്ട് രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് സീരീസും മറ്റൊന്ന് പാരലലുമാണ്. അതുകൊണ്ട് തന്നെ റെസണൻസ് സർക്യൂട്ടുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സീരീസ് റെസണൻസ് സർക്യൂട്ടും മറ്റൊന്ന് പാരലൽ റെസണൻസ് സർക്യൂട്ടും. അപ്പോൾ സീരീസ് റെസണൻസ് സർക്യൂട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സീരീസ് റെസണൻസ് സർക്യൂട്ടാണ്. ഈ സീരീസ് റെസണൻസ് സർക്യൂട്ടിൽ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് എലമെൻറ്റ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈ AC റെസണൻസ് സർക്യൂട്ടിന് ഉണ്ടായിരിക്കും. ഇതിലോട്ടുള്ള കറൻറ്റ് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് എന്തായിരിക്കും? ഓരോ എലമെൻറ്റ്സിനും അക്രോസ് ഡിഫറൻറ്റ് വോൾട്ടേജസ് ആയിരിക്കും. ഇതിൻ്റെ ഫേസർ ഡയഗ്രമാണ് റൈറ്റ് സൈഡിൽ അവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഫേസർ ഡയഗ്രത്തിൽ നോക്കാം. VR എന്ന് പറയുന്ന വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, VL ഈസ് ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് VC ഈസ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. കറൻറ്റ് വോൾട്ടേജ് റിലേഷൻഷിപ്പാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. റെസിസ്റ്റീവ് എലമെൻറ്റിലൂടെയുള്ള വോൾട്ടേജും കറൻറ്റും ഇൻ ഫേസ് ആയിരിക്കും. അതേസമയത്ത്
റിയാക്റ്റീവ് കമ്പോണൻസിലൂടെയുള്ള വോൾട്ടേജും കറൻറ്റും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജും ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. വോൾട്ടേജ് ലീഡിംഗ് ആണ്, കറൻറ്റ് ലാഗിങ് ആണ് ഇൻഡക്ടറിൽ. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് എലമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ലീഡിംഗ് ആണ്, വോൾട്ടേജ് ലാഗിങ് ആണ്. ആ ഫേസർ ഡയഗ്രമാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ഫേസർ ഡയഗ്രാം ഒന്നിച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ഒരു ഇമ്പിഡൻസ്, ഒരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം. ആ ട്രയാങ്കിൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഇമ്പിഡൻസും മറ്റുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇലക്ട്രിക്കൽ ടെക്നോളജിയിൽ ഇത് വളരെ വിശദമായിട്ട് തന്നെ AC സർക്യൂട്ടുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സർക്യൂട്ടിലെ ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് വോൾട്ടേജസും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള വോൾട്ടേജുകളാണ്. അതുകൊണ്ട് തന്നെ അത് ഈക്വലി ഓപ്പോസിറ്റ് വോൾട്ടേജസ് ആണ്. അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന് അക്രോസും കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഈക്വലി ഓപ്പോസിറ്റ് വോൾട്ടേജ് ആയതുകൊണ്ട് അത് തമ്മിൽ ക്യാൻസലേഷൻ വരുന്നു. അപ്പോൾ സർക്യൂട്ടിലെ വോൾട്ടേജും കറൻറ്റും, സർക്യൂട്ടിലെ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജും അതുപോലെ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും മാത്രമേ ആ സമയത്ത് എഫക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സമയത്താണ് നമുക്ക് മാക്സിമം പവർ ഒക്കർ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം പവർ ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് റെസൊണൻസ്, ഓർ അറ്റ് റെസൊണൻസ് the circuit power is equal to VI cos phi equal to VI multiplied by cos phi is equal to 1, because phi is equal to 0, therefore cos 0 is equal to 1. Maximum power will be obtained at resonance. ഇനി ഏത് ഫ്രീക്വൻസിയിലാണ് നമുക്ക് റെസൊണൻസ് ലഭ്യമാകുന്നതെന്നുള്ളതാണ്. റെസൊണൻസ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റെസൊണൻസ് ഫ്രീക്വൻസി നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL is equal to കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് is equal to 2πfL. 2πfL എന്നുള്ളത് 2πfRL എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. FR എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അബ്രിവേറ്റിംഗ് ദ റെസൊണൻസ് ഫ്രീക്വൻസി. 2πfRL is equal to 1/2πfRC. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4π² FR² LC is equal to 1. ഇത് നമുക്ക് FR² is equal to 1/4π² LC എന്ന് കിട്ടും. അതൊന്ന് FR is equal to square root of 1/4π² LC. therefore FR is equal to 1/2π root LC. L എന്ന് പറയുന്നത് ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് ഇൻ ഹെൻറി ആൻഡ് C is the capacitance of capacitor in farad. ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഏത് റെസൊണൻസ് സർക്യൂട്ടിൻ്റെയും, അത് സീരീസ് ആവട്ടെ പാരലൽ ആവട്ടെ, റെസൊണൻസ് സർക്യൂട്ടിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നു. അപ്പോൾ ഏതൊരു റെസൊണൻസ് സർക്യൂട്ടാണെങ്കിലും അതിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത്. ആ റെസൊണൻസ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള എക്സ്പ്രഷനാണ് ഞാനിവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് സർക്യൂട്ടിനും അപ്ലിക്കബിളാണ്. അതായത് ഇപ്പോൾ പാരലൽ സർക്യൂട്ട് ആവട്ടെ സീരീസ് സർക്യൂട്ട് ആവട്ടെ, അതിൽ റെസൊണൻസ് ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR is equal to 1/2π² LC ആയിരിക്കും. നെക്സ്റ്റ്, ഇംപെഡൻസ് ഓഫ് ദ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ DC സർക്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ DC സർക്യൂട്ടിൽ നമുക്ക് റെസിസ്റ്റീവ് എലമെൻറ്റ്സ് മാത്രമേ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാത്രമേ ഒപ്പോസിഷനായിട്ടുണ്ടാവുള്ളൂ. അതേസമയത്ത് ഇംപെഡൻസ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെർമിനോളജി വരുന്നത് AC സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. AC സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത്, ഇംപെഡൻസ് ഈസ് ദ ടോട്ടൽ ഓപ്പോസിഷൻ അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ടോട്ടൽ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഇംപെഡൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ഇംപെഡൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ തുടക്കത്തിൽ ഞാൻ കാണിച്ച ഫേസർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ആ ഇംപെഡൻസ്, അതിൽ നമുക്ക് ഇംപെഡൻസ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഇംപെഡൻസ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് അതിൻ്റെ ഇംപെഡൻസ് ആയിട്ട് വരിക. അതിൽ നമുക്ക് Z is equal to square root of R² plus XL minus XC whole square. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരും. Z എന്ന് പറയുന്നത് നമ്മൾ ഇംപെഡൻസ് അബ്രിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെറ്ററാണ് Z. R എന്ന് പറയുന്നത്
സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് XL എന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, റെസിസ്റ്റൻസ് ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്ത് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഒരു സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ നമ്മൾ അതിൻ്റെ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് അതിൻ്റെ ഇംപെഡൻസ് ട്രയാങ്കിൾ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇംപെഡൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² + XL - XC ആയിരിക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് XL ഈസ് ഈക്വൽ ടു XC ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് റെസൊണൻസ് XL ഈസ് ഈക്വൽ ടു XC, ദെർഫോർ Z ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² + 0. That is equal to square root of R², that is equal to R. At resonance, the impedance of the series resonance circuit is equal to R. ഒരു സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെ റെസൊണൻസ് സ്റ്റേറ്റിൽ അതിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അതായത് ആ സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന ഏറ്റവും മിനിമം ഇംപെഡൻസ് ആ സമയത്തായിരിക്കും. ഏറ്റവും മിനിമം ഇംപെഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെ കേസാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പാരലൽ സർക്യൂട്ടിൽ വ്യത്യസ്തമായിരിക്കും. നേരെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ. അപ്പോൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് R², ദാറ്റ് ഈസ് ഈക്വൽ ടു R. ദിസ് ഈസ് മിനിമം അറ്റ് റെസൊണൻസ്. ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇംപെഡൻസ്. That is I is equal to, I is the current flowing through the circuit, I is equal to V by impedance. V by impedance means V by, in the series resonance circuit at the resonance, V by R. R is the resistance of the circuit, R is minimum or impedance is minimum at the resonance, therefore the magnitude or quantity of the current flowing through the circuit is maximum at the resonance. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത് ഒരു സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി വേഴ്സസ് കറൻറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ആ ഫ്രീക്വൻസി വേഴ്സസ് കറൻറ്റ് മാഗ്നിറ്റ്യൂഡ്, അവിടെ രണ്ട് ഗ്രാഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്ന് ഫ്രീക്വൻസി വേഴ്സസ് ഇംപെഡൻസും മറ്റൊന്ന് ഫ്രീക്വൻസി വേഴ്സസ് കറൻറ്റുമാണ്. അപ്പോൾ ഈ കറൻറ്റ് താഴത്തെ ഗ്രാഫ് നോക്കുക. താഴത്തെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ അതിൻ്റെ കറൻറ്റ് ഗെയിനുമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് രണ്ട് ഡിഫറൻറ്റ് ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് സീരീസ് റെസൊണൻസ് സർക്യൂട്ടുകളുടെ ഗ്രാഫുകളാണ് രണ്ടെണ്ണമായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻസിൻ്റെ പാരാമീറ്റേഴ്സ് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. അതാണ് രണ്ട് വ്യത്യസ്ത ഗ്രാഫുകൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ ലോവർ ഫ്രീക്വൻസിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത്, പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR എന്ന് പറയുന്ന ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് ഗെയിൻ മാക്സിമം, അല്ലെങ്കിൽ കറൻറ്റ് ഗെയിൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി റെസൊണൻസ് ഫ്രീക്വൻസിയേക്കാളും ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ കറൻറ്റ് ഗെയിൻ റെഡ്യൂസ് ചെയ്ത് വരുന്നത് കാണാം. അതുപോലെ തന്നെ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നിന്ന് താഴെയുള്ള ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന സമയത്തും കറൻറ്റ് ഗെയിൻ കുറയുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്താണോ റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്, ഏത് ഫ്രീക്വൻസിയിലാണോ റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്, ആ ഫ്രീക്വൻസിയിലായിരിക്കും മിനിമം ഇംപെഡൻസ്. മിനിമം ഇംപെഡൻസ്, ദ ഇംപെഡൻസ് ഈസ് മിനിമം അറ്റ് റെസൊണൻസ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതൊരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്രാഫ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. മുകളിലുള്ള ഗ്രാഫ് നോക്കുക, അത് ഇംപെഡൻസ് ഗ്രാഫാണ്. ഇംപെഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി. ഇംപെഡൻസ് മിനിമം ആയിരിക്കും ഏത് സമയത്ത്? റെസൊണൻസ് സമയത്ത്. ആ സമയത്തായിരിക്കും സർക്യൂട്ട് മാക്സിമം കറൻറ്റ് ഗെയിൻ ഓഫർ ചെയ്യുന്നത്. കറൻറ്റ് ഗെയിൻ ഈസ് മാക്സിമം അറ്റ് റെസൊണൻസ്, ബട്ട് ദ ഇംപെഡൻസ് ഈസ് മിനിമം അറ്റ് റെസൊണൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു ആർ, റെസിസ്റ്റൻസ് ഓൺലി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സെഡിൻ്റെ എക്സ്പ്രഷൻ നോക്കുക. സെഡിൻ്റെ എക്സ്പ്രഷനിൽ Z is equal to square root of R² plus XL minus XC whole square. XL is equal to XC, therefore that term equal to 0. Therefore square root of R² is equal to R. That is the impedance of the series resonance circuit.
അപ്പോൾ കറണ്ട് ഈസ് മാക്സിമം അറ്റ് റെസണൻസ്, the impedance is minimum at resonance. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പാരലൽ റെസണൻസ് സർക്യൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് സീരീസ് റെസണൻസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകതകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ സീരീസ് റെസണൻസ് സർക്യൂട്ട് എന്താണെന്നുള്ളതും റെസണൻസ് എന്താണെന്നുള്ളതും ആ റെസണൻസ് സർക്യൂട്ടുകൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസിയെ നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നതും എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അടുത്ത സെഷനിൽ നമുക്ക് പാരലൽ റെസണൻസ് സർക്യൂട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.